നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പൊളിച്ചെഴുത്തിൽ നമ്മൾ EMSഉം പിണറായി വിജയനും തമ്മിലുള്ള താരതമ്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പൊതുവേ ഒരു ധാരണ EMS വളരെ ദിവ്യനായിരുന്നെന്നും ലളിത ജീവിതം നയിക്കുന്ന ആളായിരുന്നെന്നും ദീനദയാലുവായിരുന്നുവെന്നും ഒക്കെയാണ്. ഇതൊക്കെ പിൽക്കാലത്ത് ഈ പാണന്മാർ കൊട്ടിപ്പാടി സേവ ചെയ്ത് ചരിത്രം വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കി തീർത്തതാണ്. EMSൻ്റെ 1957 അധികാരത്തിൽ വന്ന മന്ത്രിസഭയുടെ ചെയ്തികൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനൊന്നും ഒരു ന്യായവും നമുക്ക് കാണാൻ സാധ്യമല്ല. ക്രൂരന്മാരിൽ ക്രൂരനും സ്വജനങ്ങളോട് പക്ഷപാതം ചെയ്യുന്നതിൽ മിടുമിടുക്കനും ഒക്കെ ആയിരുന്നു EMS. അന്ന് നിയമസഭയിൽ അന്ന് കാറിൽ AC ഒന്നുമില്ലല്ലോ. അപ്പോൾ പടുത എന്നാണ് അന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ കർട്ടൻ, ചില്ലിൻ്റെ അവിടെ ഇടുന്ന കർട്ടൻ, അത് പളപളപ്പുള്ള കർട്ടനൊക്കെ ഇട്ട് വലിയ മണിമാളിക പോലെയുള്ള കാറിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ പോകുന്നു എന്ന് നിയമസഭയ്ക്കുള്ളിൽ തന്നെ വിമർശനം വന്നു. അതങ്ങനെ പോകാൻ അവർക്ക് അവകാശമുണ്ട് എന്നായിരുന്നു അച്യുതമേനോൻ്റെ മറുപടി. അന്ന് അച്യുതമേനോൻ ഒരു ക്രൗര്യം നിറഞ്ഞ മനുഷ്യനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് അന്ന്. പിന്നീട് അദ്ദേഹം മയപ്പെട്ടു, വലിയ മര്യാദക്കാരനായി, ഇങ്ങനെയൊക്കെ പിന്നീട് രൂപാന്തരം സംഭവിച്ചു എന്ന് പലരും പറയുന്നു. എനിക്ക് അനുഭവമില്ല. അനുഭവം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ രീതിയിലുമുള്ള അക്രമങ്ങൾക്ക് കൂട്ടുനിന്നതായിട്ടാണ് കാണുന്നത്. അത് 57 ഭരണത്തിലാണെങ്കിലും പിന്നീട് 69 കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടുകൂടി ഭരിക്കുമ്പോഴും അടിയന്തരാവസ്ഥക്കാലത്തും എല്ലാം. രാജൻ കേസിൻ്റെ കുഖ്യാതമായ ചരിത്രം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഈ മകനെ നഷ്ടപ്പെട്ട അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമേനോനെ ചെന്ന് കണ്ടപ്പോൾ, ഇനി ഞാൻ എന്ത് വേണം, ഒരു തോർത്തും തോളത്തിട്ട് തൻ്റെ മകനെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ച ആളാണ് അച്യുതമേനോൻ. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹവും വളരെ മൃദുഭാഷിയും മര്യാദക്കാരനും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്നു. ഇതാണ് പ്രൊപ്പഗാൻഡയുടെ ഒരു സാമർഥ്യം. ഇതാണ്. സ്വജനപക്ഷപാതത്തിൻ്റെ കാര്യത്തിൽ EMS മോശമായിരുന്നു. നമ്മളിപ്പോൾ പിണറായി വിജയനെ ഈ പിൻവാതിൽ നിയമനങ്ങളുടെ പേരിൽ കുറ്റം പറയുന്നു. ശരിയാണ്, പിണറായി വിജയൻ നടത്തുന്ന ഭൂരിപക്ഷം നിയമനങ്ങളും പിൻവാതിൽ നിയമനങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ വഴികാട്ടി ആരായിരുന്നു? EMS ആയിരുന്നു. അപ്പോൾ EMS കാണിച്ച വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ കുറ്റം അഥവാ കുറവ്. അപ്പോൾ EMS മാന്യനാകുന്നത് എങ്ങനെയാണ്? ഈ തെറ്റായ ഒരു കാര്യത്തിന് ആദ്യം മാതൃക ഇട്ട് കൊടുത്ത ആൾ നല്ലവനും ആ വഴിയെ സഞ്ചരിച്ച ആൾ മോശമാകുന്നത് എങ്ങനെയാണ്? ഇത് പിണറായി വിജയൻ ചെയ്ത നിയമനങ്ങൾ അവിടെ നിൽക്കട്ടെ. EMSൻ്റെ ഉദാഹരണം, ഞാൻ ഒരു ഉദാഹരണം മാത്രം, ഒരുപാട് പിൻവാതിൽ നിയമനങ്ങളും ഈ ഉപദേശികളെയൊക്കെ നിയമിച്ച ആളാണ് EMS. അദ്ദേഹം ഒട്ടും കുറവായിരുന്നില്ല. അദ്ദേഹം ഒരു കൃഷി വകുപ്പ് വിദഗ്ധനെ നിയമിച്ചു അന്ന്. എന്നാണെന്ന് വെച്ചാൽ, ഞാൻ ഇത് ഈ 1959 നിയമസഭാ രേഖകൾ ആണ്. നിയമസഭ അസംബ്ലിയുടെ ആർക്കൈവ്സിൽ രേഖകളുണ്ട്. നിയമസഭയിൽ നടന്ന സംഭാഷണങ്ങൾ, പ്രമേയങ്ങൾ, ഇതെല്ലാം ചേർത്ത് നിയമസഭാ നടപടികൾ മുഴുവൻ റെക്കോർഡാക്കി സൂക്ഷിക്കുമല്ല. ആ റെക്കോർഡിൽ നിന്ന് എടുത്തതാണ് ഞാൻ ഈ വായിക്കുന്നത്. 30th മെയ് 1959, 1959 മെയ് 30. അവിടെ KC എബ്രഹാം ഒരു ചോദ്യം ചോദിക്കുന്നു. ശ്രീ SY കൃഷ്ണസ്വാമിയെ അഗ്രികൾച്ചറൽ പ്ലാനിംഗ് അഡ്വൈസറായി ഏത് വ്യവസ്ഥകളിലാണ് നിയമിച്ചിട്ടുള്ളത്? യോഗ്യതകൾ എന്തൊക്കെ? ഇതൊക്കെയാണ് ചോദ്യം. അപ്പോൾ SY കൃഷ്ണസ്വാമി എന്നൊരു ഉദ്യോഗസ്ഥനെ അഗ്രികൾച്ചറൽ പ്ലാനിംഗ് അഡ്വൈസർ ഇങ്ങനെ ഒരാളെ നിയമിച്ചു. അപ്പോൾ EMS പറയുന്നു, മുഖ്യമന്ത്രി ശ്രീ EMS നമ്പൂതിരിപ്പാട് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു നോട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. കൃഷ്ണസ്വാമിയുടെ നിയമനം സംബന്ധിച്ച് ഒരു നോട്ട് അദ്ദേഹം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്.
ശരി. ശ്രീമതി കുസുമം ജോസഫ് ചോദിക്കുന്നു, ഈ ഉദ്യോഗസ്ഥൻ്റെ സേവന വ്യവസ്ഥകൾ എന്തെല്ലാമാണ്? EMS നമ്പൂതിരിപ്പാട്: അതെല്ലാം നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. വലിയ നോട്ടാണ്, വേണമെങ്കിൽ വായിക്കാം. അതെല്ലാം നോട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയാൽ പോരെ. വലിയ നോട്ടാണ്, വേണമെങ്കിൽ വായിക്കാം. ഇതിൻ്റെ അർത്ഥം എന്താ? ആ സ്ത്രീയെ ഒരു തരം അപമാനിക്കലല്ലേ? ഒന്ന്, നിങ്ങൾക്ക് വായനാശീലമൊന്നുമില്ല, അതിനുള്ള ക്ഷമയുമില്ല. വേണമെങ്കിൽ വായിച്ചോ, എനിക്കിതിന് മറുപടി പറയാനൊന്നും നേരമില്ല, അതൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ അലക്ഷ്യമായ ഒരു മറുപടി ഒരു സ്ത്രീ മെമ്പറോട് EMS പറയുന്നു. അതുകൊണ്ട് EMSൻ്റെ മര്യാദ, ഇതിനെപ്പറ്റിയൊക്കെ ആരും ഗീർവാണമൊന്നും അടിക്കരുത്. അത്ര വലിയ മര്യാദ ഒന്നും EMS ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പെരുമാറ്റത്തിൽ അത് കാണിക്കുമായിരുന്നുമില്ല. ശരി. കുസുമം ജോസഫ് വീണ്ടും ചോദിക്കുന്നു, പ്രതിമാസം 3000 രൂപയും സ്റ്റേറ്റ് കാറും ഡിയർനെസ് അലവൻസും കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? EMS നമ്പൂതിരിപ്പാട്: 3000 രൂപയല്ല, ശമ്പളം 3000 രൂപയിൽ നിന്ന് പെൻഷൻ കുറച്ചുള്ള സംഖ്യയാണ്. 3000 രൂപയാണ് ശമ്പളം, അതിൽ നിന്ന് അങ്ങേർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ കുറയും. ശരി. ശ്രീ എം എ ആൻ്റണി ചോദിക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും നിർബന്ധിത പെൻഷൻ നൽകപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം എന്നറിയാമോ? കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കമ്പൽസറി പെൻഷൻ കൊടുത്തുവിട്ട ആളാണിത്. അത് മുഖ്യമന്ത്രിക്ക് അറിയാമോ എന്നാണ്. EMS നമ്പൂതിരിപ്പാട്: അത് ശരിയല്ല. ശ്രീ KM ജോർജ് ചോദിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ നിയമനകാലം ഒരു പ്രത്യേക കാലത്തേക്കാണോ? അതെ. ശ്രീ C കുഞ്ഞികൃഷ്ണൻ നായർ: ഈ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഔദ്യോഗികമായ കുറ്റം നിമിത്തം ഒരു കേസ് ഉണ്ടായിരുന്നത് ശിക്ഷിക്കുകയും സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തതിൽ ശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തിട്ടുള്ളതായി അറിയാമോ? ഈ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഒരു കേസുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ അത് ഫൈറ്റ് ചെയ്തിട്ട് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി അത് ശരിവെച്ചു. കേസ് അഴിമതി നടന്നിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥനാണ് SY കൃഷ്ണസ്വാമി. EMS നമ്പൂതിരിപ്പാടിൻ്റെ മറുപടി നോക്കുക. ബഹുമാനപ്പെട്ട മെമ്പറുടെ സ്വപ്നത്തിലുള്ള വേറെ ഏതോ ഉദ്യോഗസ്ഥൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇതാണ് മറുപടി. ഇതാണ് EMSൻ്റെ മര്യാദ. നിങ്ങളുടെ സ്വപ്നത്തിൽ കണ്ട ഏതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ കാര്യമാണ് നിങ്ങളീ പറയുന്നത്. SY കൃഷ്ണസ്വാമിയുടെ കാര്യമല്ല. നിങ്ങൾ ഈ ഗൂഗിളിൽ പോയിട്ട് SY കൃഷ്ണസ്വാമി അല്ലെങ്കിൽ CDS സ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഈ കേസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോഴും കിട്ടും. അതായത് 1950കളിൽ ഗ്രോ മോർ ഫുഡ് എന്നൊരു പ്രോഗ്രാം കേന്ദ്ര സർക്കാർ ഇറക്കി. അന്ന് നാട്ടിൽ ഭക്ഷ്യക്ഷാമമുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ കൃഷി ചെയ്യുക, അതാണ് ഗ്രോ മോർ ഫുഡ്. അപ്പോൾ അതിന് വളം വേണം. അന്ന് ഭാരതത്തിൽ നമുക്ക് ആവശ്യമുള്ള വളം ഉൽപ്പാദിപ്പിക്കുന്നില്ല, ഇറക്കുമതി ചെയ്യണം. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ സെക്രട്ടറിമാർ തീരുമാനിക്കുന്നു. ഇതിൻ്റെ മന്ത്രി KM മുൻഷിയാണ്. KM മുൻഷിയാണ് നമ്മളുടെ സോമനാഥ ക്ഷേത്രം റിപ്പയർ ചെയ്യാൻ, പുനരുദ്ധരിക്കാൻ മുൻകൈ എടുക്കുകയും അതിൻ്റെ പേരിൽ നെഹ്റുവുമായിട്ട് വഴക്കുണ്ടാക്കുകയും ഫൈനലി അദ്ദേഹം ക്യാബിനറ്റിൽ നിന്ന് രാജിവെക്കുകയൊക്കെ ചെയ്ത ആളാണ് KM മുൻഷി. അറിയപ്പെടുന്ന ഗാന്ധിയനാണ്. ഇതൊക്കെയാണ്. KM മുൻഷിയാണ് ഈ വളം മന്ത്രാലയത്തിൻ്റെ മന്ത്രി. അപ്പോൾ വളം ഇറക്കുമതി ചെയ്തു, വേണ്ടത്ര ഇറക്കുമതി ചെയ്തോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. കണക്കിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടായി. അപ്പോൾ ഒരു കോൺട്രാക്ടർ KM മുൻഷിയുടെ പോയി കണ്ട് അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുക്കുന്നു. എന്നെ 2 സെക്രട്ടറിമാർ പറ്റിച്ചു, കബളിപ്പിച്ചു. 10,000 രൂപ വീതം ഇവർ കൈക്കൂലി വാങ്ങിച്ചു എൻ്റെ കയ്യിൽ നിന്ന്. അത് വാങ്ങിയത് SY കൃഷ്ണസ്വാമിയും CD സ്വാമിയുമാണ്. 2 പേരും കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ്. KM മുൻഷി ഞെട്ടിപ്പോയി. അദ്ദേഹം ഗാന്ധിയനായിരുന്നു. അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റൽ തല അന്വേഷണം നടത്തി ഇവരെ കുറ്റക്കാരെന്ന് കണ്ടു, പിരിച്ചുവിട്ടു. അതിവർ കോടതിയിൽ ചലഞ്ച് ചെയ്തു. സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി അത് ശരിവെച്ചു. പിന്നെ എന്തോ കയ്യോ കാലോ ഒക്കെ പിടിച്ചിട്ടത് നിർബന്ധിത പെൻഷനാക്കി മാറ്റി. ഇതാണ് SY കൃഷ്ണസ്വാമിയുടെ ചരിത്രം. ഇതിപ്പോഴും ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഈ SY കൃഷ്ണസ്വാമിയെ പറ്റിയുള്ള ചോദ്യത്തിനാണ് EMS പറയുന്നത്,
നിങ്ങൾ എന്തോ സ്വപ്നം കണ്ട ഉദ്യോഗസ്ഥനെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്. ഇതെല്ലാം അന്ന് പബ്ലിക് ഡൊമൈനിൽ വലിയ ചർച്ചയായിരുന്നു. എസ് വൈ കൃഷ്ണസ്വാമി ഇതിൽ അഴിമതി കേസിൽ പിടിക്കപ്പെട്ടു എന്നുള്ളത്. കാരണം എസ് വൈ കൃഷ്ണസ്വാമി നിസ്സാരക്കാരനായിരുന്നില്ല. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനെന്ന് പറയാൻ പാടില്ല, വിദഗ്ധനാണ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് സമ്മാനങ്ങൾ അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കാശും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാശ് വാങ്ങി വേണ്ട സഹായം ചെയ്തില്ല. ഇതാണ് കോൺട്രാക്ടറുടെ പരാതി. കാശ് വാങ്ങി എന്നുള്ളതല്ല അയാളുടെ പരാതി. കാശ് വാങ്ങിച്ചിട്ട് പറഞ്ഞ ഉപകാരം ചെയ്തു തന്നില്ല, എന്നാൽ നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഇതിൽ കേസിൽ പെട്ടു. ആ കൂടെ നാണക്കേടൊക്കെയായി നിൽക്കുമ്പോഴാണ് EMS ഇദ്ദേഹത്തെ നിയമിക്കുന്നത്. ഇത് പിണറായി വിജയൻ ചെയ്തിട്ടുണ്ടോ? പിണറായി വിജയനും ഒരുപാട് ഉപദേഷ്ടാക്കളെയൊക്കെ വെച്ചിട്ടുണ്ട്. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട, ഡിപ്പാർട്ട്മെൻറ്റൽ തല ആക്ഷൻ എടുക്കപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ പിണറായി വിജയൻ നിയമിച്ചിട്ടുണ്ടോ? ഉള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഭേദമാരാ? പിണറായി തന്നെയാണ്. ഇല്ലേ? ഇതിന് വഴിവെച്ചത് ഇതിങ്ങനെ വരെ ചെയ്യാം. ഏത് അഴിമതിയെയോ ഏത് കാട്ടുകൊള്ളക്കാരനെയോ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഉപദേഷ്ടാവായിട്ട് വയ്ക്കാം എന്ന് മാതൃക കാണിച്ചു കൊടുത്തത് ആരാ? EMS ആണ്. ആ EMS മഹാനും MTയുടെ നോട്ടത്തിൽ ഈ പിണറായി വിജയൻ മോശക്കാരനാകുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. EMS ചെയ്ത അത്രയും പ്രശ്നമൊന്നും പിണറായി വിജയൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അത് ചെയ്യും കേട്ടോ. EMS ആയിട്ട് നാളെ പിണറായി വിജയൻ വളരും. പക്ഷെ ഇപ്പം ആയിട്ടില്ല. അതുകൊണ്ട് EMS വലിയ മര്യാദക്കാരനായിരുന്നു. ഈ കുഴപ്പം മുഴുവൻ പിണറായി വിജയനാണ് എന്ന് ഇത് വ്യാപകമായിട്ട് എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നു. അതാണ് ഇതിൻ്റെ തമാശ. CPM അവകാശപ്പെടുന്നത് മാത്രമല്ല, CPI ഇത് പറയും, കോൺഗ്രസ് ഇത് പറയും, BJP ഇത് പറയും. EMSൻ്റെ AKGയുടെയൊക്കെ കാലത്ത് നിങ്ങൾ എന്തെല്ലാം കഷ്ടപ്പാട് അനുഭവിച്ചു, പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പാർട്ടിയല്ലേ നിങ്ങൾ, ഇപ്പം നിങ്ങൾ അധപ്പതിച്ചു പോയില്ലേ. ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ്? മിനിഞ്ഞാന്ന് അച്യുതാനന്ദൻ്റെ കാലത്ത് വരെ ഈ പാർട്ടി നമ്പർ 1 പാർട്ടി ആയിരുന്നെന്നും പിണറായി വിജയൻ വന്നപ്പോൾ എല്ലാം കൂടെ കുളമാക്കിയെന്ന് ഇങ്ങനെയല്ലേ തോന്നുക? വാസ്തവത്തിൽ അങ്ങനെ അല്ലെന്നേ. ഇത് തുടക്കം മുതൽ വലിയ പാരയും കുഴപ്പവുമായിരുന്നു. അത്രയും കുഴപ്പം ഈ മനുഷ്യൻ ചെയ്യുന്നില്ല, അവിടം വരെ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വാദം. അപ്പോൾ അഴിമതിയിൽ പിടിക്കപ്പെട്ട് സുപ്രീം കോടതി വരെ കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയെ, അയാൾ വിദഗ്ധനൊക്കെ ആയിരിക്കാം, പക്ഷേ അഴിമതിക്കാരനാണെന്ന് ഉറപ്പുള്ള വ്യക്തിയെ കൃഷി വകുപ്പിൻ്റെ പ്ലാനിംഗ് അഡ്വൈസറായിട്ട് വെച്ച ആളാണ് EMS. ഈ SY കൃഷ്ണസ്വാമിയെ നിയമിച്ചതിൻ്റെ ഒരു നോട്ട് EMS മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ല. ആ നോട്ട് ഞാൻ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കാം. The post of advisor for agricultural planning is for 6 months. 6 മാസത്തേക്കാണ് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നീട്ടാം. He will be given a salary of ₹3,000 per month, less his pension. ഈ 3000 രൂപ, അതിനകത്ത് നിസ്സാര പെൻഷൻ എന്തെങ്കിലും കുറയ്ക്കുമായിരിക്കും. 1959 3000 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എത്ര രൂപ എന്ന് നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. 3000 രൂപ, ഇത് കാണുന്ന നിങ്ങൾക്ക് 3000 രൂപ ശമ്പളം കിട്ടിത്തുടങ്ങിയത് ഏത് വർഷമായിരുന്നു എന്നൊന്നും മനസ്സിൽ കൂട്ടി നോക്കുക. അപ്പോൾ മനസ്സിലാവും 3000 രൂപ എത്ര വലിയ തുകയാണ് എന്ന്. അപ്പോൾ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഹിസ് ഹെഡ് ക്വാർട്ടേഴ്സ് വിൽ ബി മദ്രാസ്. മദ്രാസിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് SY കൃഷ്ണസ്വാമിയുടെ. കേരള മന്ത്രിസഭ നിയമിച്ച ആൾ കേരളത്തിലെ കൃഷി വകുപ്പിനെ ഉപദേശിക്കാനായിട്ട് ഉള്ള ജോലിയുമായിട്ട് നിയമിച്ച ആളിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മദ്രാസിലാണ്. ഇങ്ങനൊരു അപ്പോയിൻമെൻറ്റ് പിണറായി വിജയൻ നടത്തിയിട്ടുണ്ടോ? അപ്പോൾ പിണറായി കുറച്ച് ഭേദമാണെന്ന് തോന്നുന്നില്ലേ? പിണറായി അപ്പോയിൻ്റ് ചെയ്തു. ആര്? സമ്പത്തിനെ ഡൽഹിയിൽ. ഇപ്പോൾ KV തോമസിനെ ഡൽഹിയിൽ. ഈ ഉരൽ വിഴുങ്ങുമ്പോൾ വിരൽ കൊണ്ടെങ്കിലും മറയ്ക്കണം എന്ന് പറയുമല്ലോ. പിണറായി വിജയൻ വിരൽ കൊണ്ടൊന്നും മറച്ചിട്ടുണ്ട്. ഉരലാണ് വിഴുങ്ങുന്നത്, പക്ഷേ വിരൽ കൊണ്ടൊന്നും മറച്ചു. കാരണം ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായിട്ട് പലവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, കടലാസുകൾ നീക്കാനുണ്ട്. എന്ത് കടലാസ് നീക്കാൻ?
ഏതായാലും ശരി, ഒരു വിരൽ കൊണ്ട് ഒരു മറ സൃഷ്ടിച്ചു. അതാണ് ഈ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഏർപ്പാട് എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ ചിലവാക്കിയ ആളുകളെ ഡൽഹിയിലിരുത്തിയിരിക്കുന്നത്. EMS ഡൽഹിയിൽ പോലുമല്ല, മദ്രാസിലായിരുത്തി. എന്ത് മോക്ഷത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മദ്രാസിലിരുന്നുകൊണ്ട് കേരളത്തെ ഉപദേശിക്കേണ്ട കാര്യം എന്താ? കേരളത്തിലിരുന്നുകൊണ്ട് ഉപദേശിച്ചാൽ നമുക്ക് പിന്നെയും മനസ്സിലാക്കാം. കാരണം കൃഷ്ണസ്വാമി മദ്രാസുകാരനാണ്. കൃഷ്ണസ്വാമി വീട്ടിൽ സുഖമായിട്ട് കഴിയും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരും. ഹിസ് ഹെഡ് ക്വാർട്ടേഴ്സ് വിൽ ബി മദ്രാസ്. ഹീ വിൽ ബി എ ടൂറിംഗ് ഓഫീസർ എൻറ്റൈറ്റിൽ ടു TA ആസ് ഫോർ ഫസ്റ്റ് ക്ലാസ് ഓഫീസേഴ്സ്. അങ്ങേരെ ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരും. ഫസ്റ്റ് ക്ലാസ് ഓഫീസേഴ്സിൻ്റെ TA DA കൊടുക്കണം. ഇത് കഴിഞ്ഞു. വെൻ ഹി സ്റ്റേസ് ഇൻ ട്രിവാൻഡ്രം ആൻഡ് ഡ്യൂറിങ് ഹിസ് ടൂർസ് വിത്തിൻ ദ സ്റ്റേറ്റ് ഹീ വിൽ ബി ഗിവൺ എ സ്റ്റേറ്റ് കാർ ഫ്രീ ഓഫ് ഓൾ ചാർജസ്. അതായത് മദ്രാസിൽ നിന്ന് SY കൃഷ്ണസ്വാമി എന്നുള്ള അഴിമതിയിൽ ബിരുദമെടുത്ത ആൾ കേരളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഗസ്റ്റ് ഹൗസിൽ താമസം, സ്റ്റേറ്റ് കാറും കൊടുക്കും, TA കൊടുക്കും, DA കൊടുക്കും. ഇത് കൂടാതെയോ ഹീ ക്യാൻ കോൺടാക്റ്റ് എനി സെക്രട്ടറി ടു ഗവൺമെൻറ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, കളക്ടേഴ്സ് ഓർ ഡിസ്ട്രിക്റ്റ് ഓഫീസേഴ്സ് ഡയറക്റ്റ്ലി. കൃഷ്ണസ്വാമിയുടെ അധികാരങ്ങൾ നോക്കും. ചീഫ് സെക്രട്ടറി അടക്കം ജില്ലാ കളക്ടർമാരടക്കം സകല ഉദ്യോഗസ്ഥന്മാരെയും ഹീ ക്യാൻ കോൺടാക്ട് ഡയറക്റ്റ്ലി എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്താം എന്നാണ് അതിനർത്ഥം. കോൺടാക്റ്റ് എന്ന് എഴുതി വയ്ക്കും. കോൺടാക്റ്റ് ചെയ്യുന്ന ഒരുപാട് പേര് പൊതുജനങ്ങളും ഫോൺ വിളിക്കുമല്ലോ, അത് വേറെ കാര്യം. ഇതിൽ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് വിളിച്ചു വരുത്താം. അപ്പോൾ കൃഷ്ണസ്വാമി വിളിച്ചാൽ ചീഫ് സെക്രട്ടറി പോയി ഹാജരാകണം, ആടിയൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് എഴുതി വച്ചിരിക്കുന്നു അപ്പോയിൻമെൻറ്റിൽ. ആര്? മഹാനായ EMS, നിർമ്മല ഹൃദയനായ സൽസ്വഭാവിയായ പാവങ്ങളോട് കരുണയുള്ള EMS ചെയ്ത പ്രവൃത്തിയാണ്. SY കൃഷ്ണസ്വാമി എന്ന് പറയുന്നൊരു ഉപദേശിയെ മദ്രാസിൽ താമസിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ ടൂറിംഗ് ഓഫീസർ, ഫസ്റ്റ് ക്ലാസ് ഓഫീസറുടെ ഗമയിൽ വരിക, ഗസ്റ്റ് ഹൗസിൽ താമസിക്കുക, സ്റ്റേറ്റ് കാർ കൊടുക്കുക, സകല ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്താനുള്ള അധികാരം കൊടുക്കുക. ഇതിലും വലിയ അധികാര ദുർവിനിയോഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ അനുഭവിച്ചവർ, കേട്ടവർ, വായിച്ചവർ MT EMS ദിവ്യനായിരുന്നു എന്ന് പറയുമ്പോൾ ആദ്യം നെറ്റിച്ചൊളിയും. പിണറായി വിജയൻ ഇവിടം വരെ എത്തിയിട്ടില്ല എന്ന്. പിണറായി വിജയൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിയമനം ഒരുപാടൊക്കെ നടത്തി. പക്ഷേ അഴിമതിക്കാരനെ നിയമിക്കുക, അവനെ മദ്രാസിൽ നിയമിക്കുക, അവൻ ഇവിടെ വരുമ്പോൾ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്താനുള്ള അധികാരം കൊടുക്കുക, ഇത്രയൊന്നും പിണറായി വിജയൻ എത്തിയിട്ടില്ല. ഇതാണ് എൻ്റെ പോയിൻ്റ്. EMSൻ്റെ ചെയ്തികൾ ആരും സത്യസന്ധമായിട്ട് വിലയിരുത്തുന്നില്ല. EMS എന്ന് പറയുമ്പോൾ തന്നെ വിഗ്രഹവൽക്കരിച്ചു കഴിഞ്ഞു EMSനെ. ഈ പറഞ്ഞ പാർട്ടികളൊക്കെ കൂടിയാണ് EMSൻ്റെ പ്രതിമ നമ്മളുടെ അസംബ്ലി മന്ദിരത്തിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നത്, ഇല്ലേ? അല്ലാതെ നാരായണഗുരുവോ മഹാത്മാഗാന്ധിയോ ഒന്നും അല്ലല്ലോ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. EMSനെയാണ്. കേരളത്തിൻ്റെ വിഗ്രഹമായിട്ട് EMSനെ പ്രതിഷ്ഠിച്ച ടീമുകളാണ് ഈ വിഗ്രഹം പാടില്ല, വ്യക്തികളെ പ്രശംസിക്കരുത്, വ്യക്തിനിഷ്ഠമല്ല, പ്രസ്ഥാനമാണ് വലുത്. എന്ത് തേങ്ങയാണ്, ഇതിലൊന്നും ഒരു അർത്ഥമില്ല. ഈ കാര്യങ്ങളൊക്കെ എത്രയോ മോശമായിട്ട് ചെയ്ത മനുഷ്യനാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അതുകൊണ്ട് ഏത് രീതിക്കും പിണറായി വിജയൻ EMSൻ്റെ അടുത്ത് വരെ വളർന്നില്ല എന്ന് ഞാൻ പറയും. വളർന്നു വരുന്നുണ്ട് കേട്ടോ, വളർന്നു വരികയും ചെയ്യും. പക്ഷേ EMS ആകെ 1957 ഏപ്രിൽ 5 മുതൽ 1959 ജൂലൈ 31 വരെ 2 വർഷമാണ് EMS ഭരിച്ചത്. ആ ഭരണത്തിലുള്ളതാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്തു കൂട്ടിയത്. ഈ പിണറായി വിജയൻ 5 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ 7ാമത്തെ കൊല്ലമാണ്, അല്ലെങ്കിൽ 6ാമത്തെ കൊല്ലമാണ്, എത്രയോ ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടും പിണറായി വിജയൻ ഓടി എത്തിയിട്ടില്ല EMSനൊപ്പം. 2 കൊല്ലം കൊണ്ട് EMS ഓടിയ ഓട്ടം 7 കൊല്ലം കൊണ്ട് പിണറായി വിജയൻ എത്താൻ പറ്റുന്നില്ലെങ്കിൽ പിണറായി എത്ര പതുക്കെയാണ് പോകുന്നത് നോക്കിക്കേ. വളരെ പതുക്കെയാണ് പോകുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങൾ പഴയ പോലെയല്ല, ജനങ്ങൾ ജാഗരൂകരാണ്. മീഡിയ, അന്നൊന്നും EMSൻ്റെ കാലത്ത് മീഡിയ എന്ന് പറഞ്ഞാൽ പത്രങ്ങളേ ഉള്ളൂ. ഒരു സംഭവം നടന്നാൽ അത് പത്രക്കാരറിയുമ്പോൾ തന്നെ 2 ദിവസം കഴിയും, നാട്ടുകാരറിയുമ്പോൾ പിന്നെ 1 ദിവസം കഴിയും. ഇങ്ങനത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് EMSന് ശരവേഗത്തിൽ പോകാൻ പറ്റി. ഇപ്പോൾ പിണറായി വിജയൻ അതേ വേഗം കിട്ടുന്നില്ല. അഴിമതിയുടെ കാര്യത്തിൽ
പിണറായി വിജയൻ EMSനെ കടത്തി വെട്ടിയിട്ടുണ്ട് എമൗണ്ടിൻ്റെയൊക്കെ കാര്യത്തിൽ. EMSന് അത്രയും അവന്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്പ്രിങ്ക്ലർ ഇങ്ങനൊരു ചാൻസ് EMSന് കിട്ടിയിട്ടില്ല. അന്ന് മൊബൈൽ ഫോൺ പോയിട്ട് ഈ കമ്പ്യൂട്ടർ അത് ഇതൊന്നുമില്ലല്ലോ. ആകെ സാധാരണ ഫോണുകളാണ്, അത് തന്നെ വളരെ അപൂർവമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്തഴിമതി നടത്താനാണ്? അതുകൊണ്ട് അദ്ദേഹം അരി പച്ചക്കറി പല വ്യഞ്ജനത്തിലൊക്കെ അഴിമതി നടത്തി EMS. ഇപ്പോൾ അഴിമതിയിൽ ഒരുപാട് സാധ്യതകൾ തുറന്നു കിട്ടിയപ്പോൾ ആ സാധ്യതകൾ പിണറായി വിജയൻ ഉപയോഗിക്കുന്നു. പക്ഷേ ഏതെല്ലാം സാധ്യതകൾ ഉപയോഗിക്കാം എന്ന് കണ്ടെത്തി ആ വാതിലുകളൊക്കെ തുറന്നിട്ടത് EMS ആണ്. ദ പയനിയർ ഓഫ് കറപ്ഷനായിട്ട്, ദ പയനിയർ ഓഫ് കറപ്ഷൻ, നെപ്പോട്ടിസം, ഫേവറിറ്റിസം, ഇതെല്ലാം EMS ആണ്. ഞാനതിൽ EMSനെ പോലും കുറ്റം പറയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചെടുത്തെല്ലാം ഇങ്ങനെയായിരുന്നു. ലെനിൻ, സ്റ്റാലിൻ, ഇവരുടെ പോൾ പോട്ട്, എല്ലാവരും ഇങ്ങനെയായിരുന്നില്ലേ? അവസാനം നാട്ടുകാരിറങ്ങി അടിച്ചോടിക്കുകയായിരുന്നു. ഇയാളെ ഹംഗറിയിലെ ഹോണേക്കറെ തല്ലിക്കൊല്ലുകയോ പുറകിൽ നിന്ന് വെടിവെച്ചുല്ലോ, അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെയായിരുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു EMSും അത് ചെയ്തു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണോ ഭരിക്കുന്നത്, ഇതെല്ലാം സംഭവിക്കും. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മറ്റേ കമ്മ്യൂണിസ്റ്റുകാരനേക്കാൾ ദിവ്യനാണെന്നും അങ്ങേരെന്തോ പ്രത്യേക കമ്മ്യൂണിസത്തിൻ്റെ ആളായിരുന്നെന്നും ഒക്കെ പറയുന്നത് ശരിയല്ല. അത് EMSനെ വെള്ളപൂശുകയാണ്. ഞാൻ EMSനെ മോശമാക്കി കാണിക്കാനോ അല്ലെങ്കിൽ പൊക്കിക്കാണിക്കാനോ ഒന്നുമല്ല. നിയമസഭാ രേഖകളെ ആശ്രയിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിയമസഭയിലെ പെരുമാറ്റം, നിയമസഭയിൽ മേശപ്പുറത്ത് വെച്ച രേഖകൾ, ഇത് വെച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി പോലീസ് മർദ്ദനത്തിൻ്റെ കാര്യമെടുക്കുക. പോലീസ് പിണറായിയുടെ കീഴിൽ വളരെ നിഷ്ഠൂരമായിട്ടാണ് പെരുമാറുന്നത്, ഒരു സംശയമില്ല. പോലീസ് ഇത്രയും ക്രൗര്യം കാണിച്ചുകൂടാ. പെൺകുട്ടികളുടെ മുടിക്ക് പിടിച്ചു വലിക്കുക, മുടി ചവിട്ടി പിടിക്കുക, ഇതൊക്കെ ഒരുപക്ഷെ ഉന്തും തള്ളിനിടയിൽ സംഭവിച്ചതായിരിക്കാം. പക്ഷേ അത് സംഭവിക്കാതെ മുൻകരുതലെടുക്കേണ്ടതാണ് പോലീസിൻ്റെ ചുമതല. പോലീസ് തല്ലിയത് പോരാഞ്ഞിട്ട് പിണറായി വിജയൻ്റെ ഗൺമാൻ ഇറങ്ങിയിട്ട് ഒരാളെ തല്ലുന്നു. ഗൺമാൻ സാധാരണ ഒരു ഗണ്ണുമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ, അദ്ദേഹത്തിൻ്റെ കാറിൽ എപ്പോഴും കൂടെ ഉണ്ടാവേണ്ട ആളാണ്. അത് ഗണ്ണെന്ന് പറയുന്നത് വലിയ തോക്കായിരിക്കണം എന്നില്ല, റിവോൾവർ ആണെങ്കിലും മതി. ഇതാണ് ഗൺമാൻ. ഇത് ഗൺമാൻ വരുന്നത് വേറൊരു കാറില്ല. മുഖ്യമന്ത്രിയുടെ കാറിൽ ഗൺമാനില്ല. ഗൺമാൻ പുറകെ വേറൊരു കാറിൽ. ആ കാർ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോലീസുകാർ തല്ലി അവശനാക്കിയ ആളിനെ വീണ്ടും ഈ ഗൺമാൻ അടിക്കുന്നു. ഈ അടിയൊന്നും കിട്ടിയത് പോരാ നിനക്ക്, ഞാൻ തല്ലിയാലേ തല്ലാകുള്ളൂ എന്നുള്ള മട്ടിൽ തല്ലുന്നു. വല്ല കാര്യമുണ്ട്? എന്തൊരു ക്രൂരതയാണ്! അല്ല, ഇത്തരം സമരങ്ങൾ, എത്ര സമരങ്ങൾ കേരളത്തിൽ നടന്നിരിക്കുന്നു. ഇങ്ങനെയൊന്നും പോലീസ് പെരുമാറിയിട്ടില്ല ഇതിനു മുമ്പ്. സമരങ്ങളെ നേരിടാൻ അതിൻ്റേതായ ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ പോലീസിനെ അറിയുകയും ചെയ്യാം. ഇപ്പോൾ ചെയ്യുന്നത് പിണറായി വിജയനോടുള്ള ഭക്തി കാണിക്കാനായിട്ടുള്ള അമിതാവേശമാണ്. ഏത് പോലീസുകാരനാണോ നന്നായിട്ട് തല്ലുന്നത് ആ പോലീസുകാരന് ഗുഡ് സർവീസ് എൻട്രി കിട്ടും. ഇപ്പോൾ കിട്ടുകയും ചെയ്തല്ലോ. ഇങ്ങേരുടെ നവകേരള യാത്ര കഴിഞ്ഞപ്പോൾ ഈ തല്ലിയ പോലീസുകാർക്കെല്ലാം പുള്ളി ഗുഡ് സർവീസ് എൻട്രി കൊടുത്തു. ഓരോ പോലീസുകാരനെയും തിരക്ക് പിടിച്ചെടുത്ത് ലിസ്റ്റ് ഉണ്ടാക്കി ഗുഡ് സർവീസ് എൻട്രി കൊടുത്തു. അതാണ് പിണറായി വിജയൻ. എന്നാൽ EMSൻ്റെ പോലീസ് ഇതിനേക്കാൾ ഭേദമായിരുന്നോ? അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതും നമുക്ക് പരിശോധിക്കാം അടുത്ത പൊളിച്ചെഴുത്തിൽ. ആ പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.